കർത്താവ് തൻ്റെ ജനത്തെ പ്രത്യാശയോടെ നയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകൻ പ്രഘോഷിക്കുന്ന ഇപ്രകാരമാണ്: പ്രത്യാശയോടെ നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹത്തെക്കുറിച്ച്. പത്രോസും ഇതര ശിഷ്യന്മാരും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും സാക്ഷ്യപ്പെടുവാനും തുടങ്ങിയപ്പോൾ യഹൂദ പുരോഹിതന്മാരും പ്രമാണികളും അസ്വസ്ഥരായി. അവരെ കാരാഗ്രഹത്തിൽ അടച്ചു. പത്രോസ് അവരോട് ചോദിക്കുന്നുണ്ട്: നിങ്ങൾ എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നു? സുഖപ്പെടുത്തിയ മനുഷ്യനെക്കുറിച്ചാണോ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്? നിങ്ങൾ കൊലപ്പെടുത്തിയ ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. ആ മൂലക്കല്ല ക്രിസ്തുവാണെന്ന് സധൈര്യം പത്രോസ് ഏറ്റുപറയും. എന്നാൽ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നിരാശനായ പത്രോസ് പറയുകയാണ്: ഇനി ഞാൻ പഴയ പണിക്ക് പോവുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ മറ്റു ശിഷ്യന്മാരും പറയുന്നുണ്ട്: ഞങ്ങളും വരാം. അവർ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കരയിൽ വന്ന ക്രിസ്തു അടുപ്പുകൂട്ടി അവരെ വിളിക്കുന്നുണ്ട്. അത്ഭുതം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ആ കർത്താവിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്ന പത്രോസും കൂട്ടർക്കും ചൂടുള്ള അപ്പവും അവർ പിടിച്ച മീനും പൊരിച്ചു നൽകിയ കർത്താവ് പറയുന്നുണ്ട്: ഞാൻ തന്നെയാണ്. നിരാശ മാറ്റിക്കൊണ്ട് പ്രത്യാശയിലേക്ക് വരുവാൻ വീണ്ടും വിളിക്കുന്ന കർത്താവ്. കരുണയുള്ള കർത്താവാണ് അവിടെ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പരിസയ പ്രമാണിമാരുടെ മുമ്പിൽ സധൈര്യം പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസം ഇതാണ്: മുടന്തനെ സുഖപ്പെടുത്തിയാലാണ് നിങ്ങൾ അസൂയപ്പെടുന്നതെങ്കിൽ അസൂയപ്പെടേണ്ട. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവനെ ഞങ്ങൾ സുഖപ്പെടുത്തിയെന്ന് നിങ്ങൾ അറിയണം. അവൻ മൂലക്കല്ലാണ്. ആ മൂലക്കല്ലിൽ ഉള്ള വിശ്വാസമാണ് ഞങ്ങൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രഘോഷണം നടത്തുവാൻ തയ്യാറായിരിക്കുന്നത്. ഈശോയെ, അങ്ങ് മൂലക്കല്ലാണെന്നും അങ്ങിലാണ് ഞങ്ങൾ പണിതുയർത്തപ്പെട്ടതെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൂലക്കല്ലായി അങ്ങ് മാറണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റി കുടുംബം ഒന്നായി മുന്നേറുവാൻ, ദൈവകൃപയാൽ നിറയുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.